ദൈവത്തിന് വഴികളും വ്യവസ്ഥകളും പ്രമാണങ്ങളും ഉണ്ട്. ആമേൻ. നമ്മൾ തോന്നിയ പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ദൈവം വന്ന് നമ്മളെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കുമോ? നടക്കത്തില്ല. ഇതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ്. എന്താ, നമ്മളിലേക്ക് ഒരു ആഴമായ ദൈവഭയത്തെ കൊണ്ടുവരുന്ന ഒരു മനസ്സിലാക്കലായത്. ഇത് തന്നെ ഒരു വലിയ ബൈബിൾ സ്റ്റഡിയായത് അല്ലെ. ഇസ്രായേൽ മക്കളോ ദൈവത്തിന്റെ പ്രവർത്തികളെ, എന്നാൽ മോശയോ ദൈവത്തിന്റെ വഴികളെ തിരിച്ചറിഞ്ഞു. സാം 103 ഒരു വചനമായത്. അതുകൊണ്ട് ഇസ്രായേൽ മക്കൾ എന്തുവായിരുന്നു? അവർക്ക് അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുമ്പോൾ ഭയങ്കര സന്തോഷം. അല്ലാത്തപ്പോൾ അവര് പുറപ്പെടുക്കും. അവർക്ക് വായി തോന്നിയത് അവർ വിളിച്ചു പറയും. അവർക്ക് ഇഷ്ടമുള്ളത് അവർ ചെയ്യും. കുറെ നേരം മോശയെ കാണാതെ വരുമ്പോൾ അവരെന്തെടുക്കും? അവർക്കപ്പം അത് ശരിയാണെന്ന് തോന്നുന്നു, അവരത് ചെയ്യുന്നു. അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ എപ്പോഴും അപ്സ് ആൻഡ് ഡൗൺസ്. ഒരു സ്ഥിരതയില്ല, ഒരു ഉറപ്പില്ല. പാറമേൽ വീട് പണിത ഒരു ഉറപ്പ് ജീവിതത്തിലില്ല. എന്നാൽ ഈ കാര്യത്തിൽ ദൈവം ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അതുകൊണ്ടാണ് ദൈവ വചനത്തിലെ ഒരു പ്രധാനപ്പെട്ട ആശയമാണ് റിപ്പൻറ്റൻസ് എന്ന് പറയുന്നത്. റിപ്പൻറ്റൻസ്, മാനസാന്തരപ്പെടുകയും. അപ്പൊ ഈ റിപ്പൻറ്റൻസ് എന്ന് പറയുമ്പം നമ്മൾ കുറെ നേരം ഇരുന്ന് കരയുന്നേനെ അല്ല നമ്മൾ റിപ്പൻറ്റൻസ്. അതിനകത്ത് കരച്ചിലും കൂടെ വരും. ബട്ട് റിപ്പൻറ്റൻസ് ഇസ് എ ചേഞ്ച് ഓഫ് മൈൻഡ്, ഇറ്റ്സ് എ ചേഞ്ച് ഓഫ് തിങ്കിങ്. അതുകൊണ്ട് തന്നെ നമുക്കതൊരു ഭയങ്കര ദൈവഭയം നമ്മുടെ ജീവിതത്തിൽ വേണം. നമുക്ക് തോന്നുന്നത് പോലെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് അനുവാദമില്ല. ദൈവം എന്താണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്, ദൈവം എന്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അത് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചാൽ നിശ്ചയം അനുഗ്രഹിക്കപ്പെടും. പിന്നെ നമ്മൾ പുറകെ കൊട്ടിക്കൊണ്ട് നടക്കണ്ട. ഞാൻ അതിൻ്റെ എക്സാമ്പിൾ ഇങ്ങനെയാ പറയുന്നത്. ഇപ്പം നമുക്ക് ട്രിവാൻഡ്രം വരെ എത്തണമെങ്കിൽ, ഞാനിപ്പോൾ തിരുവല്ലയിലാണെങ്കിൽ ട്രിവാൻഡ്രത്തോട്ട് പോകുന്ന ഒരു ബസ്സിലോട്ട് കയറിയിരുന്നാൽ മതി, അത് നമ്മളെ അവിടെ എത്തിക്കും. ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടുള്ള കോഴിക്കോട് പോകുന്ന ഒരു ബസ്സിൽ ഞാൻ കയറിയിരുന്നാലും എനിക്ക് ആഗ്രഹമുള്ളത് അങ്ങോട്ട് പോകണമെന്ന്. ഇറ്റ്സ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. You can't meddle with God. Our God is a consuming fire. It's a fearful thing to fall into the hands of the living God. ആ ദൈവഭയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ദൈവത്തിന് തൻ്റെ ജനത്തോട് ഭയങ്കര കമ്മിറ്റ്മെന്റാണ്, ഉടമ്പടി ചെയ്തിരിക്കുക. എന്നാൽ ഇവരിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തോ ചെയ്യും, ഇവരുടേതായ വഴികളിലേക്ക് പോകും. അപ്പൊ പ്രവാചകന്മാർ എഴുന്നേറ്റ് എന്തോ ഈ പറയുന്നത്? What are the prophets saying? Repent. You come back to my ways. My heart is yearning to bless you. നിന്നെ അനുഗ്രഹിക്കുവാൻ നീ അതിനു വേണ്ടി നിലവിളിക്കേണ്ട ആവശ്യമുള്ളൂ. ദൈവ അനുഗ്രഹം. നമ്മളൊക്കെ കൂടുതലും കരയുന്നതും ഉപവസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം എന്തിനു വേണ്ടിയാ? ദൈവമേ അനുഗ്രഹിക്കണം, ദൈവമേ അനുഗ്രഹിക്കണം. എന്നിട്ട് നമ്മളത് പ്രാർത്ഥിച്ചാലും നമുക്കൊരു വിശ്വാസമൊന്നും വരത്തില്ല. വെപ്രാളത്തിനകത്തുനിന്നാണ് നമ്മൾ ദൈവമേ കുഞ്ഞുങ്ങൾ അയ്യോ നശിച്ചു പോലെ, അയ്യോ ദൈവമേ അവരെ ആരും പിടിക്കല്ലേ. No, we pray out of anxiety, we pray out of fear. But when you walk in the ways of God, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ അതോടുകൂടെ. See, that is the beauty of Christian life.